നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നിറവിൻ്റെ മഹോത്സവമായ ഓണത്തിന് മുന്നോടിയായി മലയാളികളുടെ മനസ്സിൽ വർണ്ണപ്പൂക്കളം തീർത്ത് എത്തിച്ചേരുന്ന അത്തത്തിൻ്റെ നിറവിൽ ഇന്നത്തെ സന്ധ്യാദീപം ആരംഭിക്കുകയാണ്. രാമായണ പാരായണത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഭാഗമാണ് ശ്രീരാമ പട്ടാഭിഷേകം. അധർമ്മത്തിന്മേൽ വിജയം നേടിയ ധർമ്മത്തിൻ്റെ ആഘോഷം, സഹോദര സ്നേഹത്തിൻ്റെ അവർണ്ണനീയമായ ആനന്ദം. രാമകഥാശ്രവണത്തിൻ്റെ അനർഘമായ പുണ്യം കേൾക്കാം. ശ്രീരാമ പട്ടാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുദാ വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യ പാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനം ആശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയുമിരുന്നരുളീടിനാൻ. അപ്പോൾ ഭരതനും കേകയ പുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത്ത മംഗളൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ. തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെയങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിലതിനൊരുക്കിയിടുകെല്ലാമെന്നു
പങ്കജ ലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃന്ദകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദ ചേതസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുൻപേ ജടാഭാര ശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരതം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദം അലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങൾ എല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദ. വാനരനാരീജനത്തിനും കൗസല്യതാൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരം അത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിരതുല്യമാം താതാലയം കണ്ടു വന്ദിച്ച കമ്പുക്കു മാതാവു തൻ പദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്ഥയാ ചൊന്നാൻ അവിളംബിതം. ഭവാൻ ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിനോരോ ഗൃഹങ്ങളിൽ ആക്കുക വേണം അവരെ വിരയെ നീ. രാമ രാമ പാഹി മാം രാമചന്ദ്ര പാഹി മാം രാമഭദ്ര പാഹി മാം രാമചന്ദ്ര പാഹി മാം. നീതിപൂർവമായ ജീവിതത്തിന്റെ വിജയം ആഘോഷിക്കുന്ന പട്ടാഭിഷേക രംഗം വാഗ്മയ ദൃശ്യമായി നമുക്ക് മുന്നിലെത്തുന്നു. കാണാം. ജഗത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ജഗദധിപനായിട്ടുള്ള ഭഗവാന്റെ രാജ്യാഭിഷേകം, പട്ടാഭിഷേകം ഏറ്റവും മനോഹരമായിട്ടുള്ള നയനാനന്ദകരമായിട്ടുള്ള കാഴ്ച രാമായണത്തിൻ്റെ. യഥാർത്ഥത്തിൽ അത് മോക്ഷത്തിൻ്റെ കാഴ്ച കൂടിയാണ്. ആ മനുഷ്യജീവൻ അതിൻ്റെ ഏറ്റവും പൂർണ്ണാവസ്ഥയിൽ പരിപൂർണമായിട്ടുള്ള ആനന്ദത്തെ പ്രാപിക്കുന്ന അവസ്ഥ അത് കാണിച്ചു തരികയാണ് ഭഗവാന്റെ രാജ്യാഭിഷേകം. രാവണവധമൊക്കെ കഴിഞ്ഞ് രാജ്യം ലങ്ക വിഭീഷണന് കൊടുത്ത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും വിഭീഷണനും സുഗ്രീവനും വാനരാദികളും ഒക്കെ നേരെ അയോധ്യക്ക് പുറപ്പെട്ടു. അവിടെ നന്ദിഗ്രാമത്തിൽ വെച്ച് ഭരതനെ കണ്ട് ഭഗവാൻ ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഭരതൻ പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങയുടേതായിട്ടുള്ള ഏതൊരു രാജ്യമാണോ ഞാൻ അങ്ങയുടെ ഈ മെതിയടികൾ വെച്ച് അതിൻ്റെ പ്രതിനിധിയായിട്ട് പരിപാലിച്ചതും ആ രാജ്യം അങ്ങയ്ക്ക് തിരികെ സമർപ്പിക്കുകയാണ്. ഭരതൻ രാജ്യം പരിപാലിക്കുമ്പോഴും രാജാവായിട്ട് അവിടെ ആ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുന്നത് ഭഗവാന്റെ മെതിയടികളാണ്. അപ്പോഴും ചക്രവർത്തി ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന് രാജ്യത്തെ ആ കാൽക്കൽ വെച്ച് ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ച് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുക. ഭഗവാൻ അയോധ്യയിലെത്തിയപ്പോൾ പുഷ്പക വിമാനത്തെ തിരിച്ചയച്ചു. എന്നിട്ട് പുഷ്പക വിമാനത്തോട് പറഞ്ഞു, വൈശ്രവണൻ്റെ അടുത്തേക്ക് തന്നെ നീ പോവുക. വൈശ്രവണൻ്റേതായിരുന്നു അത്. രാവണൻ വൈശ്രവണൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാണ്. ആ വൈശ്രവണനെ തന്നെ നീ സേവിക്കുക. എപ്പോഴാണോ എനിക്ക് ആവശ്യം വരുന്നത് അപ്പോഴും മാത്രം ഞാൻ നിന്നെ വിളിക്കാം. നിന്നെ ആരും തടയില്ല. എല്ലാ ബന്ധുക്കളെയും കണ്ടു, മിത്രങ്ങളെയും കണ്ടു, അമാത്യന്മാരെ കണ്ടു, ഗുരുജനങ്ങളെയൊക്കെ കണ്ടു. ആ സമയത്ത് വസിഷ്ഠൻ, ഭരതശത്രുഘ്നാദികൾ, കേകയ്യപുത്രി, മറ്റ് മാതാക്കൾ എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപേക്ഷിക്കുകയാണ്, ഭഗവാനെ, ഈ രാജ്യത്തെ അങ്ങ് പരിപാലിക്കണം. അങ്ങ് രാജാവായിട്ട് ഈ രാജ്യത്തിൻ്റെ അധിപനായിട്ട് അങ്ങ് വാഴണം. എല്ലാവരുടെ ആഗ്രഹം ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ഭഗവാൻ അവരോടായിട്ട് പറയുകയാണ്,
നിങ്ങളാരും ഭയപ്പെടണ്ട, ആർക്കും ഖേദം ഉണ്ടാവണ്ട. ഈ രാജ്യത്തെ ഞാൻ വഴിപോലെ പരിപാലിക്കാം. അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. ഭരതൻ സുഗ്രീവനോട് അങ്കദനെയും കൂട്ടി ഭഗവാന്റെ അഭിഷേകത്തിനുള്ള എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. 4 സാഗരങ്ങളിൽ നിന്നുമുള്ള പുണ്യതീർത്ഥം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ, സുഷേണനെ, ജാമ്പവാനെ, അങ്കദനെ ഈ 4 പേരെ ചുമതലപ്പെടുത്തി. നല്ല സ്വർണ്ണകുംഭങ്ങളിൽ ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള പുണ്യതീർത്ഥങ്ങൾ കൊണ്ടുവന്നു. ഭഗവാൻ ദിവ്യാംബരങ്ങളെ ധരിച്ചു. സീതാദേവി ദിവ്യാംബരങ്ങളെ ധരിച്ച് സർവാഭരണ വിഭൂഷിതയായിട്ട് നിൽക്കുക. ഇനി ഭഗവാന്റെ അഭിഷേകമാണ്. ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക, എല്ലാവരും ഉത്സുകരായിട്ട് നിൽക്കുക. ആ അഭിഷേകത്തിൻ്റെ പ്രഥമമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പൂർത്തിയായി. 1008 സ്വർണ്ണകുംഭങ്ങളിൽ ഭഗവാന് വേണ്ടിയിട്ടുള്ള ദിവ്യതീർത്ഥങ്ങൾ കൊണ്ടുവന്ന് അത് വേദജപത്തോട് കൂടിയിട്ട് അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രത്നങ്ങൾ പിടിപ്പിച്ചിട്ടുള്ള വെഞ്ചാമരം നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ പിടിച്ചു. ഭഗവാന്റെ കുട പിടിക്കുന്നത് ശത്രുഘ്നനാണ്. ആ സമയത്ത് ഭഗവാന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ ദേവേന്ദ്രൻ മനോഹരമായിട്ടുള്ളൊരു സ്വർണ്ണമാല കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് ഹനുമാൻ സ്വാമി അവിടെ കൊണ്ട് വെച്ചു കൊടുത്തു. എല്ലാ ദേവന്മാരും ആകാശമാർഗത്തിൽ വന്ന് ഭഗവാന് സാധു സാധു എന്ന് പറഞ്ഞു. പുഷ്പവൃഷ്ടി നടത്തി. സിദ്ധന്മാർ, കിംപുരുഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, ദേവന്മാർ എല്ലാവരും ആകാശമാർഗത്തിൽ ഭഗവാന്റെ പട്ടാഭിഷേകം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുക. വാമഭാഗത്ത് സീതാദേവി ഇരുത്തിയിട്ടുണ്ട്. ആ ജഗത്പിതാവും ജഗജ്ജനനിയും 2 പേരും ചേർന്നിരിക്കുക. പ്രപഞ്ചത്തിൻ്റെ ആകമാനൊരു കാഴ്ചയാണ് നമ്മൾ കാണുക. പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാൻ അയോധ്യയുടെ അധിപതിയായിട്ട് ലക്ഷ്മണ ശത്രുഘ്ന ഭരത സമേതം ഹനുമാനാൽ സേവിതനായിട്ടിരിക്കുന്ന ആ കാഴ്ച ഏറ്റവും മനോഹരമായിട്ട് മനസ്സിൽ ആദ്യം ആ കാഴ്ച കൊണ്ടുവരിക. നമ്മളെല്ലാവരും ആ ഭഗവാനെ സാഷ്ടാംഗം പ്രണമിക്കുക. ആ സമയത്ത് ദേവന്മാരെ ഓരോരുത്തർ വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. ആദിത്യന്മാർ ഭഗവാനെ സ്തുതിച്ചു. കിന്നരന്മാർ സ്തുതിക്കുന്നുണ്ട്, യക്ഷന്മാർ സ്തുതിക്കുന്നുണ്ട്, ഗന്ധർവന്മാർ സ്തുതിക്കുന്നുണ്ട്. രാവണാന്തകനായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള സാക്ഷാൽ ആദിനാരായണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. വേദമൂർത്തിയായിട്ടുള്ള ആദ്യം അന്തവുമില്ലാത്ത ആ പരബ്രഹ്മസ്വരൂപത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന് സാഷ്ടാംഗം പ്രണമിച്ചു. ആ കാഴ്ച നമ്മളെല്ലാവരും മനസ്സിൽ കണ്ട് ഈ അധ്യായം നമുക്കിവിടെ സമർപ്പിക്കാം. ഇനി ദീപാരാധന കാഴ്ചയുടെ സമയമാണ്. ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇന്നത്തെ സന്ധ്യാദീപം കർക്കിടകത്തോടുകൂടി മിഴി പൂട്ടുന്നു. ഒരു പുതുവർഷ സന്ധ്യയ്ക്കായി കാത്തിരിക്കാം. ഏവർക്കും നന്ദി.